ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. തിരുവചനത്തിൻ്റെ പഠനത്തിലൂടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിനെ കൂടുതൽ അറിയാനും തിരുവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ നവീകരണങ്ങൾ വരുത്താനുമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, അവിടുത്തോട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ദൈവിക നിയമങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ്. ദൈവിക നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ശക്തിയായിട്ട് നിൽക്കണം, താങ്ങായിട്ട് നിൽക്കണം. അതുപോലെ തന്നെ ദൈവിക നിയമങ്ങളുടെ പാലനത്തിലൂടെ കർത്താവിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള ഒരു പ്രവേശനത്തിനായി അവ നമുക്ക് ഒരു കവാടമായിട്ട് മാറുകയാണ്. നമ്മൾ കണ്ട വാഗ്ദാന പേടകം ഒരു കവാടമായതുപോലെ ഈ ദൈവിക നിയമങ്ങളും നമ്മളുടെ ദൈവരാജ്യ പ്രവേശനത്തിന് ഒരു കവാടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൂടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയെന്നോണം ഈ വചനഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ദവറീം, മിഷ്പത്തീം, ഹുക്കീം എന്നീ 3 ടൈറ്റിലുകളിൽ, അതായത് വാക്കുകൾ, ഓർഡിനൻസസ് ആൻഡ് സ്റ്ററ്റ്യൂട്ട്സ് എന്നിങ്ങനെയുള്ള 3 ടൈറ്റിലുകളിലായിട്ടാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിലെ നിയമങ്ങളെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നിയമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദവറീം. അത് എല്ലാ നിയമങ്ങളുടെയും സാരസംഗ്രഹമാണ്. രണ്ടാമത്തെ സെറ്റ് ഓഫ് ലോ ആണ് 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അത് പ്രധാനമായിട്ടും മിഷ്പത്തീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ്. ഹെബ്രായ ഭാഷയിലാണെങ്കിൽ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എല്ലേ ഹ മിഷ്പത്തീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലേ ഹ മിഷ്പത്തീം അഷേർ തസീം ലിഫനേഹേം. ദീസ് ആർ ദ ലോസ്, ദീസ് ആർ ദ ഓർഡിനൻസസ് വിച്ച് യു ഷാൽ പുട്ട് ബിഫോർ ദം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിന്റെ ഭാഷ അല്പം വ്യത്യസ്തമാണ്. അറിയിക്കേണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ യു ഷാൾ പ്രസന്റ് ബിഫോർ ദം അല്ലെങ്കിൽ പുട്ട് ബിഫോർ ദം എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹീബ്രു ഭാഷയിൽ നിന്നുള്ള. അതുകൊണ്ട് ഇതിനെ മിഷ്പത്തീം, ഓർഡിനൻസസ് എന്നാണ് പറയുന്നത്. ഈ ഓർഡിനൻസസ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. 24-ാമത്തെ അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനതയെല്ലാം വിളിച്ചുകൂട്ടി അവിടെ ഒരു കവനന്റ് റിന്യൂവൽ സെറിമണി നടത്തി. ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതി വെച്ച്, ആ എഴുതി വെച്ച വചനങ്ങൾ വായിച്ച്, അതിനുശേഷം ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠത്തിൽ ബലി അർപ്പിച്ചു. മൃഗത്തിൻ്റെ രക്തമെടുത്ത് ജനത്തിന് മേൽ തളിച്ചു. മൃഗത്തിൻ്റെ രക്തമെടുത്ത് അതുപോലെ തന്നെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ തളിച്ചു. ഇങ്ങനെ ഈ 21-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ദൈവിക നിയമങ്ങളുടെ പൂർത്തീകരണം, കവനന്റ് റിന്യൂവൽ സെറിമണി. അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള നിയമങ്ങൾ, ഈ നിയമങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ, ഈ നിയമങ്ങൾ മനുഷ്യൻ അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ കർത്താവ് അവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവനന്റ് റിന്യൂവൽ സെറിമണി നടത്തുക. നിയമങ്ങൾ അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം പോകും. കവനന്റ് എന്ന് പറയുന്ന ആ ഉടമ്പടി എന്ന് പറയുന്ന അനുഭവം, ദൈവം നമ്മുടെ പിതാവെന്നുള്ള ആ കാഴ്ചപ്പാട് പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരു കവനന്റിനെ, ഉടമ്പടിയെ പുതിയതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് 24-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകതയായിട്ട് നിൽക്കുക. 25-ാമത്തെ അധ്യായം മുതൽ 31-ാമത്തെ അധ്യായം വരെ അടുത്ത ഒരു റൂളാണ് കൊടുത്തിരിക്കുന്നത്. ആ റൂളിന് പറയുന്ന പേരാണ് ഹുക്കീം എന്ന് പറയുന്നത്. എന്താണ് ഹുക്കീം? സ്റ്റാറ്റ്യൂട്ട്സ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ നോംസ് എന്നാണ് പറയുക. എങ്ങനെയാണ് ഒരു ബലിപീഠം പണിയേണ്ടത്, എങ്ങനെയാണ് ബലിവസ്തുക്കൾ ഒരുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ചില സ്റ്റാറ്റ്യൂട്ട്സ് ആണ് പ്രധാനമായിട്ടും 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. മൂന്നാമത്തെ ഒരു ഫോമാണ് 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ. അത് ഒരു ഇന്ററപ്ഷൻ പോലെയാണ് കടന്നു വരിക. കാരണം 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. മോശ മുകളിലേക്ക് പോയി മലയുടെ മുകളിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരാൻ താമസം വന്നപ്പോഴത്തേക്കിനും അഹറോനും കൂട്ടനും കാളക്കുട്ടിയെ ആരാധിച്ചു. അപ്പോഴാണ് മലയുടെ മുകളിൽ നിന്ന് കൽപ്പലകളും പിടിച്ചുകൊണ്ട് മോശ ഇറങ്ങി വരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും മോശ ആപ്പാടെ വിഷമിച്ചു, കൽപ്പലകൾ എറിഞ്ഞ് തച്ചുടച്ചു. അതിനുശേഷം മോശ വീണ്ടും കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറിപ്പോയി.
അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറിച്ചെന്ന് വീണ്ടും കൽപ്പനകൾ വാങ്ങിച്ചുകൊണ്ട് തിരികെ വരുന്ന രംഗമാണ് 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ 32 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കവനന്റ് റിന്യൂവൽ സെറമണിയിലേക്കുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ 34 അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇന്ററപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വീണ്ടും നമ്മൾ അടുത്ത ഒരു ലോ കാണുന്നത് 34-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 35-ാമത്തെ അധ്യായത്തിന്റെ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ്. അവിടെ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശ ഒരു പുതിയ നിയമസംഹിത കൊണ്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ നിയമസംഹിതയുടെ പുതിയ പകർപ്പല്ല, മറിച്ച് ഇതിനെ കൾട്ടിക് ഡെക്കലോഗ് എന്നാണ് വിശേഷിപ്പിക്കുക. എന്താ ഈ കൾട്ടിക് ഡെക്കലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ വർഷിപ്പിനെ കുറിച്ച്, എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ ജനം വർഷിപ്പ് നടത്തണം, അല്ലെങ്കിൽ എങ്ങനെ കർത്താവിന്റെ മുമ്പിൽ ജനം ആരാധന നടത്തണം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇസ്രായേലിന്റെ തിരുനാളുകൾ, അതുപോലെ തന്നെ എന്താണ് അൺലെവൻഡ് ബ്രെഡ്, അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും, അതുപോലെ തന്നെ ആദ്യജാതനെ എപ്രകാരമാണ് ഓഫർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആഴ്ചകളുടെ തിരുനാളുകൾ എങ്ങനെയാണ് നടത്തേണ്ടത്, പിൽഗ്രീം ഫീസ്റ്റായ പെസഹ, ആഴ്ചകളുടെ തിരുനാൾ, സുക്കോത്ത് തിരുനാൾ എന്നിവയെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സാബത്ത് നിയമത്തെക്കുറിച്ചുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, ഇവയെല്ലാമാണ് 14:5 മുതൽ 35:3 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സെറ്റ് ഓഫ് ലോസ് കൊടുക്കുകയാണ്. ഇതിന്റെ സമാപനത്തിലാണ് ഒരു എപ്പിലോഗ് പോലെ, അതായത് ഉപസംഹാരം എന്ന രീതിയിൽ തന്നെ 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സാക്ഷ്യകൂടാരവും. ആ സാക്ഷ്യകൂടാരത്തിനുള്ളിൽ ഇസ്രായേൽ ജനം ദൈവത്തിന് വേണ്ടി പരമമായ ആരാധന നടത്താൻ വേണ്ടി വാഗ്ദാന പേടകവും സാക്ഷ്യകൂടാരത്തെയും വാഗ്ദാന പേടകത്തെയും വേർതിരിക്കുന്ന പ്രാർത്ഥനകളും, അങ്ങനെ മോശയും അഹ്റോനെയും ഒക്കെ വേർതിരിച്ച് സാക്ഷ്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകരാക്കി മാറ്റുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം ജനത്തിൻ്റെ മേലായിരിക്കുന്നതുമായ ഒരനുഭവത്തെയാണ് പ്രധാനമായിട്ടും ഈ 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ലേവ്യരുടെ പുസ്തകം പറയുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്ന 3 പ്രധാനപ്പെട്ട ദൈവിക നിയമങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദവറീം അല്ലെങ്കിൽ വാക്കുകൾ, 2 മിഷ്പത്തീം അല്ലെങ്കിൽ ഓർഡിനൻസസ്, 3 ഹുക്കീം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്സ്. അതിൻ്റെ ഇടയിൽ ഒരു ഇന്ററപ്ഷൻ പോലെ 32-34 അധ്യായങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും കവനന്റ് റിന്യൂവൽ സെറമണിയെ കുറിച്ച് പറയുന്നു. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ തിരുനാളുകളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ സമാപനത്തിൽ 35 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ സാക്ഷ്യകൂടാരത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകം പെട്ടെന്ന് ആരംഭിക്കുന്നത്. സാക്ഷ്യകൂടാരത്തെക്കുറിച്ച് പറഞ്ഞ് ആ സാക്ഷ്യകൂടാരത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചതിന് ശേഷം ആ മഹത്വത്തിന് മുമ്പിൽ അഹ്റോനും ജനങ്ങളും ബലിയർപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉടനെ ലേവ്യരുടെ പുസ്തകം ആരംഭിക്കുന്നത്. വൈക്രാ അദോനായി മോശേ ബെഹേൽ ദ മൊയേദ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മോശയെ സാക്ഷ്യകൂടാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു. ആ സാക്ഷ്യകൂടാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആരാധന രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ സാക്രിഫൈസുകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള രേഖകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്രകാരമാണ് 2 നിയമസംഹിതകളും ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് 21 മുതലുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം ഒരു കേസ് സ്റ്റഡിയുടെ ഒരു നിയമമാണ് 21 മുതലുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. കേസ് സ്റ്റഡി എന്തൊക്കെയാണ്? ഓരോ പ്രത്യേക കേസുകൾ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കേസുകൾ കടന്നു വരും, പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. അപ്പോഴൊക്കെ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ കേസ് സ്റ്റഡിയിലൂടെ കടന്നു വരുന്നത്.
21-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എടുത്തുന്ന ഒരു അടിമകളെക്കുറിച്ചുള്ള നിയമമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മനുഷ്യന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതും ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്നതും ചെയ്യുന്ന ചില നിയമസംഹിതകളാണ് പ്രധാനമായിട്ടും ഈ 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതാവസ്ഥ മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ദൈവത്തോടുള്ള മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടുമുള്ള നിയമസംഹിതകളുടെ പ്രത്യേകത. പെട്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. 21-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടിമകളെക്കുറിച്ചുള്ള നിയമമാണ്. എങ്ങനെയാണ് ഈ അടിമകളൊക്കെ? അടിമത്തത്തെ 6 വർഷം ഒരാൾക്ക് അടിമയുണ്ടായിരിക്കെ 6 വർഷം അവൻ അടിമവേല ചെയ്തു, 7-ാം വർഷം അവൻ ഫ്രീ ആകണം. ഇതൊരു നിയമമാണ്. അക്കാലഘട്ടത്തിലുള്ള സാബത്തിൻ്റെ നിയമമാണ്. 7 വർഷം എന്ന് പറയുന്നത് സാബത്തിൻ്റെ നിയമമാണ്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സാബത്തിൻ്റെ നിയമത്തെ പ്രത്യേകമായ വിധത്തിൽ കരുതുന്നുണ്ട്, അതുപോലെ തന്നെ പ്രത്യേകമായ വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. സാബത്ത് എന്ന് പറയുന്നത് ഒരു ജോലികളിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റമല്ല, ദൈവത്തിന് മുമ്പിലുള്ള ഒരു സമർപ്പണമായിട്ടാണ് സാബത്തിനെ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കരുതുന്നത്. അതുകൊണ്ട് സാബത്ത് വർഷത്തിൽ ഒരു അടിമ സ്വതന്ത്രമായിട്ട് മാറണം. അടിമ തന്നെയാണ് വന്നതെങ്കിൽ അടിമ തന്നെ പോകണം. അടിമ ഭാര്യയുടെ കൂടെയാണ് വന്നതെങ്കിൽ അടിമയും ഭാര്യയും കൂടി പോകണം, മക്കളും കൂടി പോകണം. ആ ഭാര്യയെ ഒരു ഓണറാണ് കൊടുത്തതെങ്കിൽ ആ ഭാര്യയെ അവിടെ നിർത്തി അടിമ തന്നെ പോകണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ മാനിക്കണം. കാരണം ഇത്രയും നാളും ഇവൻ അടിമത്തത്തിലൂടെ 6 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ഭാര്യയെ ഉടമസ്ഥൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാര്യയെ ഉള്ളതൊന്ന് സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അടിമത്തം കഴിയുമ്പോഴത്തേനും ഉടമസ്ഥനോടുള്ള വിരോധ നിമിത്തം ഭാര്യയെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യയെ അവിടെ ഉടമസ്ഥൻ സൂക്ഷിച്ചു വെക്കണം, ആ ഭാര്യയെ സൂക്ഷിച്ചു വെക്കണം. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെയുള്ള നിയമങ്ങളാണ് ഒന്നാമത്തെ. അതുപോലെ തന്നെ 12-ാമത്തെ വാക്യം മുതൽ 21-12 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ വധിക്കപ്പെടണം, എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവൻ്റെ കയ്യാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവൻ ഓടി ഒളിക്കുവാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. ഈ നിയമത്തിൻ്റെ പ്രാധാന്യം അതിനു മുമ്പായിട്ട് 21-ാമത്തെ അധ്യായത്തിലെ ഈ അടിമത്തത്തെക്കുറിച്ചുള്ള നിയമത്തിൻ്റെ വലിയൊരു വയലേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളെ, അടിമത്തത്തിൻ്റെ നിയമം ആയിക്കൊള്ളട്ടെ, മനുഷ്യന് വില കൽപ്പിക്കുന്ന നിയമം ആയിക്കൊള്ളട്ടെ, എന്ത് നിയമമാണെങ്കിലും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് യഥാർത്ഥത്തിൽ പ്രൊഫറ്റിക് ടെക്സ്റ്റിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത വേണം വായിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിനുമായിട്ടാണല്ലോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജെറമ്യായുടെ പുസ്തകത്തിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ സെദക്കിയ എന്ന് പറയുന്ന രാജാവിൻ്റെ ഏറ്റവും വലിയ കുറ്റമായിട്ട് പ്രവാചകൻ കാണുന്നത് ഇപ്രകാരമാണ്: 6 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അടിമയെ 7-ാം വർഷം മോചിപ്പിച്ചിട്ടും വീണ്ടും അവനെ അടിമയാക്കിയതാണ് സെദക്കിയ രാജാവിൻ്റെ ഏറ്റവും വലിയ ഒരു തിന്മയെന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇങ്ങനെ ഈ നിയമത്തിന് എതിരായിട്ട് നിന്നാൽ അവൻ ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് സെദക്കിയ ശിക്ഷിക്കപ്പെടുന്നതും കണ്ണ് ചുഴിഞ്ഞെടുത്ത് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുന്നതും. അപ്പോൾ നോക്കണം, ഇതിൻ്റെ തത്തുല്യമായിട്ടുള്ള നിയമവശങ്ങളും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമാണ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വന്നത് 21-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവനെ നശിപ്പിക്കണം. എന്നാൽ അറിയാതെ അൺഇൻറ്റൻഷണലായി ഒരുവൻ ഒരു തെറ്റ് ചെയ്താൽ ദൈവം അവനെ സംരക്ഷിക്കും. നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവനെ സംരക്ഷിക്കും. അതിനായി പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കും. ജോഷുവയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ സംഖ്യയുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കണ്ട ഒരു ഭാഗമാണ് ഈ അഭയ സങ്കേതങ്ങൾ, അഭയ നഗരങ്ങൾ എന്ന് പറയുന്നത്. ആ അഭയ നഗരങ്ങളുടെ ഉത്ഭവം വന്നിരിക്കുന്നത് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയൊരു നിയമസംഹിതയാണ് തുടർന്ന് വരുന്നത്. വീണ്ടും പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം. മനുഷ്യനെ മോഷ്ടിച്ച് വിൽക്കുകയോ തൻ്റെ അടുക്ക സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം.
എങ്ങനെയാണ് നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്? എല്ലാം വധിക്കപ്പെടണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം. ഏത് നിയമമായിട്ടാണ്? അല്ലെങ്കിൽ ഡെക്കലോഗിലെ 10 പ്രമാണങ്ങളുടെ 10 വാക്കുകളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന് പറയുന്ന ആ നിയമത്തിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ കാണുന്നത്. പിതാവിനെയും മാതാവിനെയും അടിക്കുന്നവൻ വധിക്കപ്പെടണം. അതുപോലെ തന്നെ മറ്റുള്ളവനെ വിൽക്കുക ചെയ്യുന്നവൻ, മോഷ്ടിച്ച് വിൽക്കുന്നവൻ, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം. ആളുകൾ തമ്മിലുള്ള കലഹത്തിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ട് മുഷ്ടികൊണ്ട് ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിൽ കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ. എന്നിട്ട് പറയുകയാണ് ഓരോന്നിന് റിപ്പറേഷൻ നടത്തണം. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെയാണ് റിപ്പറേഷൻ നടത്തണം. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് വേദന സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ റിപ്പയർ ചെയ്യണം, റിപ്പറേഷൻ നടത്തണം. നമ്മുടെ കുമ്പസാരത്തിലുള്ള ക്രമങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. കുമ്പസാരത്തിൽ ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുവൻ അന്യായമായിട്ടൊരു വസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വസ്തു ഒന്നുകിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് റിപ്പറേഷൻ നടത്തണം. അതുതന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന മോറൽ നിയമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് റിപ്പറേഷൻ നടത്തേണ്ടത് എന്നതിൻ്റെ സൂചനകളാണ് 21-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി 20-ാമത്തെ വാക്യത്തിൽ ഒരുവൻ തൻ്റെ ദാസനെയോ ദാസിയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവൻ്റെ അടുക്കൽ തന്നെ വീണു മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞിട്ട് പറയുക, ഇങ്ങനെ അവൻ മരിക്കുന്നില്ല, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും അവന് അടികൊണ്ടു, പക്ഷെ മരിച്ചില്ല, അവിടെ ഇവിടെയൊക്കെ പരിക്കൊക്കെ പറ്റി, കുറച്ച് കഴിഞ്ഞപ്പോഴേ എഴുന്നേറ്റ് നടന്നു, പക്ഷെ എന്ത് ചെയ്യണം? അവന് റിപ്പറേഷൻ കൊടുക്കണം. അവൻ ഇത്രയും നാളത്തെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു റിപ്പറേഷൻ നടത്തണം. അതുപോലെ തന്നെ അവൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, ഇങ്ങനെ റിപ്പറേഷൻ നടത്തണം. ഇത് മാനുഷിക നിയമവും ദൈവിക നിയമവുമാണെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് ഫേമസ് ഡിക്റ്റം നമുക്കറിയാം. 24-ാമത്തെ വാക്യത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, പ്രഹരത്തിന് പകരം പ്രഹരം. ഒരുവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം. നോക്കി, ഇങ്ങനെയുള്ള നിയമങ്ങളെ, അതിശക്തമായിട്ടുള്ള നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും പകരം ചോദിക്കുന്ന നിയമങ്ങൾ ഈശോ അതെല്ലാം തിരുത്തുന്നുണ്ട്. മോശയുടെ നിയമത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നതായി കേട്ടിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ശിക്ഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ മിശിഹ തൻ്റെ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും. ഇനി അടുത്തത് ഒരു ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ഇനി അതിനകത്ത് പറയുന്ന രസകരമാണ്. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിനുശേഷം പറയുന്നത് അതിൻ്റെ അകത്ത് ഉടമസ്ഥൻ നിരപരാധിയായിരിക്കും. ഇനി രണ്ടാമത് പറയുന്നത്, ഇങ്ങനെയുള്ള ഉടമസ്ഥനോട് ഇങ്ങനെ കാളയ്ക്ക് കുതിരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കുത്താനുള്ള പ്രവണത ഉണ്ടാവുകയും അത് ഉടമസ്ഥനോട് പറഞ്ഞിട്ട് ഉടമസ്ഥൻ അത് ശരിയാക്കാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉടമസ്ഥനും ഇതിൻ്റെ അകത്ത് കുറ്റവാളിയായിരിക്കും. അങ്ങനെ അവനും ശിക്ഷിക്കപ്പെടണം. ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളുടെ വശങ്ങളുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് 22-ാമത്തെ അധ്യായത്തിൽ കൊടുത്ത നഷ്ടപരിഹാരങ്ങൾ. ഒരുവൻ കാളയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവനൊരു കാളയ്ക്ക് പകരം 5 കാളയെയും പകരം 4 ആടിനെയും കൊടുക്കണം. ഭവനഭേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റ് മരിച്ചാൽ അവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല. എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവന് രക്തത്തിന് പ്രതികാരം ചെയ്യണം. നോക്കിക്കേ, ഇതെന്താണെന്ന്. ഒരുവൻ കാളയോ ആടിനെയോ മോഷ്ടിച്ച് കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ 5 കാള പകരം കൊടുക്കണം. ഇതാണ് നാഥാൻ പ്രവാചകൻ യഥാർത്ഥത്തിൽ ദാവീദിനോട് പറയുന്ന ഉപമ. ഏതെങ്കിലും തരത്തിൽ ഒരുവനെ രക്ഷ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ. റിപ്പറേഷന് ഒക്കെ അത് ആവശ്യമാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട്. ഇനി മറ്റൊരു കാര്യം, അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ 22:7 ഒരു വീട്ടിൽ നിന്ന് സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം. കാരണം അവനൊന്നില്ലാത്തവനാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഒന്നുമില്ലാത്തവനിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഇരട്ടി
തിരികെ കൊടുക്കണം. കള്ളനെ പിടികിട്ടിരിക്കുന്നവരിൽ താൻ അയൽക്കാരന്റെ വസ്തുക്കളിന്മേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവത്തിന് മുമ്പിൽ സത്യം ചെയ്യണം. ഇതുപോലെ ഇപ്രകാരമുള്ള നിയമങ്ങളെയാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ള നിയമങ്ങൾ, പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്. വിശുദ്ധിയുടെ നിയമങ്ങളെ കുറിച്ചുണ്ട്. ആ നിയമങ്ങളെല്ലാം തന്നെ പുറപ്പാടിൻ്റെ ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. ഏതൊക്കെയാണ് വിശുദ്ധ നിയമങ്ങളെന്നും വിശുദ്ധിയുടെ നിയമങ്ങളിലൂടെ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മക്കളുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈ നിയമങ്ങൾ ഓരോന്നും തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യന് പ്രത്യേക പരിഗണനയുണ്ട്. മനുഷ്യൻ പാപം ചെയ്താൽ അവന് ശിക്ഷിക്കപ്പെടണം. പക്ഷേ അൺഇൻറ്റൻഷനലായിട്ട് പാപം ചെയ്താൽ ശിക്ഷിക്കപ്പെടരുത്. ഏതെങ്കിലും മറ്റുള്ളവൻ്റെ വസ്തുക്കളോ വകകളോ എടുത്തു കഴിഞ്ഞാൽ അവൻ റിപ്പറേഷൻ നടത്തണം. തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അവൻ റിപ്പറേഷൻ നടത്തണം. ഇതുപോലെയുള്ള മോറൽ നിയമങ്ങളാണ്, ധാർമ്മിക നിയമങ്ങളാണ് നമ്മുടെ നിയമത്തിലും സഭയിലും നിയമത്തിലുമൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമസംഹിതകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ നിയമങ്ങൾക്കും ബാധകമായിട്ട്, അതുപോലെ തന്നെ മാനുഷ്യ നിയമങ്ങൾക്കുമൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ചിന്തയോടുകൂടി ദൈവിക നിയമങ്ങളെ അനുസരിക്കാനും ദൈവകൃപയിൽ ജീവിക്കാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.